ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ വീടിൻ്റെ ആണെങ്കിലും ബിൽഡിങ്ങിൻ്റെ ആണെങ്കിലും സിങ്കുകൾ, കിച്ചണിലെ സിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ മാക്സിമം ബ്ലോക്ക് ഇല്ലാതെ, അതായത് കംപ്ലീറ്റ് മെയിൻ്റനൻസ് കാര്യങ്ങൾ കുറച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം, ഈ സിങ്കുകൾ കൊടുക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും അതിന് എയർ കൊടുത്തിരിക്കണം. എയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിങ്കാണ് വരുന്നത്, റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സിങ്കാണ് വരുന്നത്. ആ സിങ്കിൻ്റെ വരുന്ന പൈപ്പ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നു, വാർത്ത് ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു സിങ്ക് കൂടി അകത്തുണ്ട്, അതിൻ്റെയാണ് ഈ ഫ്ലോറിലൂടെ പോകുന്നത്. വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഫ്ലോറിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 2 സിങ്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പിൽ നിന്ന് പിന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് 3 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നത് പല സ്ഥലങ്ങളിലും നമ്മൾ 1.5 ഇഞ്ച് പൈപ്പ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. സിങ്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്കാനുള്ള സംഗതികളിൽ ഒന്നാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത് വലിയ പൈപ്പുകളാണെങ്കിൽ ഏറ്റവും നല്ലത്, സിങ്ക് വേസ്റ്റ് കാര്യങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ 2 ഇഞ്ച് പൈപ്പ് 2 സിങ്കിൽ നിന്ന് വന്നതിന് ശേഷം ഒരു 3 ഇഞ്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്തു. 3 ഇഞ്ച് പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു വൈ ഇട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ടി അല്ല, വൈ എന്ന് പ്രത്യേകം ഓർക്കണം. ടി ഒന്നും ഉപയോഗിക്കരുത്. ടി ഉപയോഗിച്ചാൽ ബ്ലോക്ക് വരും. അത് നേരെ വൈ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നേരെ നമ്മൾ ഈ പറഞ്ഞ 3 ഇഞ്ച് കറക്റ്റ് സ്ലോപ്പ് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെറുതെ വലിച്ചുവാരി ഇടാനേക്കാൾ നല്ലത് സ്ലോപ്പ് ചെയ്ത് കൊണ്ടുപോയി ആ സ്ലോപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ മണ്ണിൽ ഇരുന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പൈപ്പിൻ്റെ അടിയിൽ പാക്കിങ് കാര്യങ്ങൾ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്തൊരു സിങ്ക് ഇതുപോലെ തന്നെ 2 ഇഞ്ച് പൈപ്പ് നേരെ 2 സിങ്ക് കൂടിയുണ്ട്. ആ 2 സിങ്കുകൾ ഇതുപോലെ തന്നെ 3 ഇഞ്ച് വൈ ഇട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. വൈ ഇട്ട് കണക്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം ഒരു 45 ആംഗിളാക്കി 2 സിങ്കും ഇതിലേക്ക് കണക്ട് ചെയ്തു. മൂന്നാമത് ഈ പറയുന്ന 3 ഇഞ്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്തു. ഈ 3 ഇഞ്ച് പൈപ്പും ആദ്യം കണ്ട 3 ഇഞ്ച് പൈപ്പ് ഒന്നിച്ച് കണക്ട് ചെയ്യില്ല. അത് നേരെ സെപ്പറേറ്റ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കുഴികളിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സിങ്ക് കംപ്ലൈൻറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആയി പോകും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമ്മൾ സെപ്പറേറ്റ് പൈപ്പ് തന്നെ, കുറച്ച് എക്സ്പെൻസ് കൂടിയാലും ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കട്ടയും കാര്യങ്ങളെല്ലാം വിരിച്ചതിന് ശേഷം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മൊത്തം ഇതെല്ലാം പൊളിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ എക്സ്പെൻസിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് പൈപ്പുകൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 90% വരെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ സുഗമമായിട്ട് തന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോവും. അതുമാത്രമല്ല, എയർ കൂടി കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. എയർ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഡോർ എൽബോ ഒന്നും കൊടുക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഡോർ എൽബോ വരുന്ന സമയത്ത് ഡോറ് നമ്മൾ തുറന്ന് ക്ലീൻ ചെയ്യും, പിന്നെ ആ ഡോർ അടക്കില്ല, അതെപ്പോഴും ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനേക്കാൾ നല്ലത് ഒരു ടീ ഇട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു എയർ കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ മുകളിലെ എയർ കൗള് മാറ്റിയതിന് ശേഷം നമുക്ക് മോട്ടറിൻ്റെ കണക്ഷൻ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് അതിലേക്ക് പൈപ്പ് വെച്ച് അടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് അപ്പോൾ തന്നെ മാറിക്കിട്ടും. അതുകൂടാതെ തന്നെ നമ്മൾ എയർ സിസ്റ്റം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കിച്ചണിൽ വരുന്ന വെള്ളം അത്രയും എയർ മുകളിൽ നിന്ന് വലിച്ച് താഴേക്ക് പോകുന്നതുകൊണ്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ബ്ലോക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മസ്റ്റായിട്ട് എയർ കൊടുക്കുക. സെപ്പറേറ്റ് പൈപ്പ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. കാരണം അല്ലെങ്കിൽ എല്ലാ സിങ്കുകളും ബ്ലോക്കായി പോകും. സെപ്പറേറ്റ് പൈപ്പ് കൊടുത്താൽ ഏത് സിങ്കാണ് ബ്ലോക്ക് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനും, അതുമാത്രമല്ല ഇതുപോലെ വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ലഭിക്കുന്നതിനും തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to